ഹലോ ഗൈസ്, നമ്മളിന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കോവിൽ സ്റ്റൈൽ പുളിയോദര, തമിഴ്നാട് സ്റ്റൈൽ പുളിയോദരയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ടും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുളിയോദരയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. ഒത്തിരി ഹെവി ആയിട്ടൊന്നും കഴിക്കേണ്ട, സിമ്പിളായിട്ടൊക്കെ കഴിക്കണമെന്ന് തോന്നുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയൊരു സിമ്പിൾ പുളിയോദര റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു 1/4 കപ്പ് ഉഴുന്ന്. ഇച്ചിരി കൂടുതലായിട്ട് പൊടിച്ച് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. അപ്പം നമുക്ക് ആവശ്യമുള്ളവരെ പിന്നെയും ഒരു വട്ടം കൂടെ ഉണ്ടാക്കാൻ പറ്റും. അത് കാരണം ഞാൻ ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ടല്ല. 1/4 കപ്പ് ഉഴുന്ന്, അതുപോലെ 1/4 കപ്പ് കടലപ്പരിപ്പ്, പിന്നെ ഉലുവ എടുത്തേക്കുന്നത് 2 ടേബിൾ സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ജീരകം, പിന്നെ നമ്മുടെ കുരുമുളക് 2 ടേബിൾ സ്പൂൺ, മല്ലി അതും എടുത്തിട്ടുണ്ട് കേട്ടോ. മല്ലി എടുത്തിട്ടുണ്ട് ഒരു 1/4 കപ്പ്, പിന്നെ 2 ടേബിൾ സ്പൂൺ വെളുത്ത എള്ള്, പിന്നെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത് ഒരു വലിയ സൈസിന് പുളി. ചൂടുവെള്ളത്തിലിട്ട് ഓൾറെഡി വെച്ചേക്കുവാണ് കേട്ടോ, അതിൻ്റെ പുളിയൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് വറ്റൽമുളക്, 3 വറ്റൽമുളക്. കുരുമുളക് ഉള്ളത് കാരണം വറ്റൽമുളക് ഞാൻ 3 എടുത്തിട്ടുള്ളൂ, എരിവധികം വേണ്ടെന്നുള്ളതുകൊണ്ട്. പിന്നെ കരിവേപ്പില. ഇനി നമുക്കിതെല്ലാം കൂടെ ആദ്യം ഒന്ന് വറുത്തെടുക്കണം. എണ്ണയൊന്നും ചേർക്കാതെ വെറുതെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനിടാവേ. ഇപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം കടലപ്പരിപ്പാണ് ഇടുന്നത്. തമിഴ്നാട് കോവിൽ സ്റ്റൈൽ പുളിയോദരയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഈ പഴനിയിലൊക്കെ പോയപ്പോൾ ഇത് കഴിച്ചിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം തമിഴ്നാട് സ്പെഷ്യൽ പുളിയോദരയാണ് നമ്മളൊന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കിത് പതിയൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊരു സിമ്പിൾ റെസിപ്പി. ഈ പൊടികളൊക്കെ ഇതൊക്കെ ഇതില്ലേ നമ്മുടെ പരിപ്പ് ഉഴുന്നുമൊക്കെ ഒന്ന് പൊടിച്ച് ഒന്ന് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമ്പിളാണ് കേട്ടോ. ഇതൊന്ന് പൊടിക്കുന്ന അത്രയും സമയത്തൊരു പാട് മാത്രമേ ഉള്ളൂ. ബാക്കി നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമുക്കിനി പരിപ്പും ഉഴുന്നുമൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതാണ് ഒന്ന് മൂപ്പിക്കാൻ പാട്. അപ്പോൾ അത് കാരണം അത് ഞാൻ ആദ്യം ഇട്ടൊന്ന് മൂപ്പിച്ചിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞ് നമ്മുടെ ബാക്കി സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടിയാണ് മല്ലി, കുരുമുളക്, ഉലുവ, ജീരകം. എള്ള് നമുക്ക് ലാസ്റ്റ് ഇട്ടാൽ മതിയാവും. എള്ള് വേഗം കരിഞ്ഞു പോകത്തില്ല, അത് കാരണം ബാക്കിയൊക്കെ ലാസ്റ്റ് ഇട്ടാൽ മതിയാവും. എള്ള് ലാസ്റ്റ് ഇടാം, ബാക്കിയെല്ലാം ഇട്ട് കൊടുക്കാം. ഇത് നമുക്കിങ്ങനെ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ മടിയായിട്ടൊക്കെ ഇരിക്കുന്ന ദിവസം ഉണ്ടല്ലോ, മടിയായിട്ടിരിക്കുന്ന ദിവസം നമുക്കിത് വേഗം ചോറ് മാത്രം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഈ പൊടി അതിനകത്തോട്ട് മിക്സ് ചെയ്ത് പുളിയും കൂടെ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതിയാവും. ഇപ്പം നമ്മൾ ഈ വറുക്കുമ്പം തന്നെ ആ ജീരകത്തിൻ്റെയും ഒക്കെ ഒരു മണം കിട്ടും കേട്ടോ. നല്ല മണമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അടുത്ത് നമുക്ക് നമ്മുടെ വറ്റൽമുളക്. ഞാനിവിടെ മുളക് കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നുവെച്ചാൽ കൊച്ചിനൊക്കെ കൊടുക്കേണ്ടല്ലേ, അത് കാരണം എരിവ് കുറച്ച് മതി എന്നുള്ളത് കാരണം കുരുമുളകും വറ്റൽമുളകും കുറച്ചേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എടുക്കാം. പിന്നെ കരിവേപ്പില, 3 തണ്ട് കരിവേപ്പില ഇടുവാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കാണിക്കാത്തൊരു സാധനമുണ്ട്, കായം ചേർക്കണം. അത് പൊടിയായിട്ട് ടിന്നിലിരിക്കുന്ന കാരണമാണ് കേട്ടോ നേരത്തെ കാണിക്കാത്തത്. അത് ലാസ്റ്റ് നമുക്ക് ഇട്ടാൽ മതിയാവും. ഇത് എടുക്കാറാകുമ്പോഴത്തേക്കും കായം ഒക്കെ ഇട്ടാൽ മതിയാവും. ഈ ഉഴുന്നും പരിപ്പൊക്കെ ഒന്ന് ഗോൾഡൻ കളറാകുന്ന വരെ നമുക്കൊന്ന് വറുത്തെടുത്താൽ മതിയാവും. ഈ തമിഴ്നാട് സ്പെഷ്യൽ സാദം അതൊക്കെ എനിക്ക് ഭയങ്കര ഫേവററ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. ഈ സാമ്പാർ സാദം, പുളിയോദര, പിന്നെ ഉണ്ടല്ലോ ടൊമാറ്റോ റൈസ്, പിന്നെ തൈര് സാദം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അത് കാരണം ഞാൻ ഇതുപോലുള്ള ഫുഡ് ഐറ്റംസൊക്കെ ട്രൈ ചെയ്യാൻ. പിന്നെ എനിക്ക് പൊങ്കൽ ഇഷ്ടമാണ്.
പൊങ്കൽ പിന്നെ എനിക്കത് ഉണ്ടാക്കി ഞാൻ ട്രൈ ചെയ്യാത്ത കാരണം ഒരിക്കൽ ട്രൈ ചെയ്യാം. ഇപ്പം ഇഷ്ടമാണ്. ഋഷിയുടെ മുടി എടുക്കാനായിട്ട് നമ്മളിങ്ങനെ പളനിക്ക് പോയപ്പോൾ പുളിയോദര കിട്ടി. അവിടെ അമ്പലത്തിൽ നിന്ന് പുളിയോദര മേടിക്കാൻ കിട്ടും. അപ്പോൾ ഞങ്ങളിങ്ങനെ മേടിച്ചു. കഴിച്ചപ്പോൾ എനിക്ക് അത് ഉച്ച സമയമായിരുന്നു കേട്ടോ. അപ്പം കഴിച്ചപ്പോൾ നല്ലോണം ഇഷ്ടമായി. അത് കാരണം തമിഴ്നാട്ടിലുള്ള ഏത് അമ്പലത്തിൽ പുളിയോദരയുടെ ബോർഡ് കണ്ടാലും ഞാൻ അവിടെ പോയി മേടിക്കാൻ നോക്കും. പക്ഷേ അപ്പോൾ ആ സമയത്ത് അവിടെ എല്ലാം തീർന്നിട്ടുണ്ടാവും. അത് കാരണം എനിക്ക് കിട്ടാറില്ല. സോ മൈ ഫേവറേറ്റാണ് പുളിയോദര. നമുക്കിതിലേക്ക് എള്ളിട്ട് കൊടുക്കാം. ഇതേ എല്ലാം ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിതിലേക്ക് എള്ളിട്ട് കൊടുക്കാം കേട്ടോ. എള്ള് ലാസ്റ്റ് ഇടുന്നതെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അത് കാരണം ലാസ്റ്റ് ഇതിപ്പോൾ വറുത്ത് വന്നപ്പോഴൊരു മണമുണ്ട്. എൻ്റെ പൊന്നടാ, എനിക്ക് മേല. സൂപ്പർ മണമാണ് കേട്ടോ. ഈ ജീരകവും ഒക്കെ ഇരുന്നിട്ട് കണ്ട എള്ള് പൊട്ടുന്നതിൻ്റെ ഒച്ച കണ്ടോ? ആ ജീരകത്തിൻ്റെ മല്ലിയുടെയൊക്കെ ഒരു വേറൊരു മണം. ആക്ച്വലി എനിക്ക് നാവിലെ വെള്ളം വരും കേട്ടോ. ഇങ്ങനെയുള്ള ഫേവററ്റ് ഐറ്റംസൊക്കെ കഴിക്കുന്നതിന് മുന്നേ ഉണ്ടാക്കുമ്പോൾ തന്നെ എന്താ മണം. എല്ലാം ഒട്ടുന്നുണ്ടോ? നമുക്ക് കായം എടുത്തുകൊണ്ട് വരാം. സ്റ്റൗ ഞാൻ ഓഫ് ചെയ്ത് കേട്ടോ. ഇനിയിപ്പോൾ സ്റ്റൗവിൻ്റെ ആവശ്യമില്ല. ഇനി വേണ്ട, നല്ലോണം ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുപ്പിക്കുക, പൊടിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ഹാഫ് പാർട്ടോടെ കഴിഞ്ഞിരിക്കുന്നുണ്ട്. എന്നിട്ട് നല്ല ചൂട് ചോറും ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കഴിക്കണം. എന്താ ടേസ്റ്റ് എന്നറിയാമോ? എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്നറിയത്തില്ല. എനിക്കിഷ്ടമുള്ളത് കാരണം ഞാൻ പറയുമ്പോൾ ഇച്ചിരി കൂട്ടിയേ പറയുള്ളൂ കേട്ടോ. അതാ നമുക്ക് കായം ചേർക്കാം. കായത്തിൻ്റെ പൊടിയാണ്. ഇത് വേണേൽ എണ്ണയിലും മൂപ്പിച്ചെടുക്കാം കേട്ടോ. എണ്ണയിൽ ഞാൻ മൂപ്പിച്ചെടുത്തില്ല. ഇതിന് ബാക്കി വരുമ്പോൾ നമ്മൾ എടുത്ത് വെക്കത്തില്ല. അപ്പോൾ എണ്ണയിലിരുന്ന് കഴിഞ്ഞാൽ കേടായെങ്ങാനും പോയാലോ? കേടാകില്ലായിരിക്കും എണ്ണയിലായത് കാരണം. പിന്നെ എനിക്കൊരു ധൈര്യക്കുറവ് കാരണം ഞാനങ്ങനെ ഉണ്ടാക്കിയില്ല. നല്ലെണ്ണയ്ക്കകത്ത് ഇതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് വറുത്തെടുത്തിട്ടുണ്ടാക്കിയാലും ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നല്ലെണ്ണയില്ല, ഡ്രൈ ആയിട്ട് വറുത്തെടുത്തിട്ട് ഇനി നമുക്കിതൊന്ന് കൊണ്ടുപോയി തണുക്കാൻ വെക്കാം. തണുപ്പിച്ചെടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുത്തിട്ട് ബാക്കി കാണാം. നമ്മുടെ പൊടി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ പരുവത്തിനാണ് പൊടിച്ചപ്പേക്കണേ. ഇനി നമുക്ക് കുറച്ച് ചോറി മിക്സ് ചെയ്യണം. കുറച്ച് പുളി നമ്മൾ കുറുകി വരുമ്പോഴത്തേക്ക് അതിനകത്ത് മിക്സ് ചെയ്യും. ഇനി നമുക്ക് അടുത്ത് കടുകൊക്കെ വറുത്ത് പുളി കുറുക്കിയെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നേരത്തെ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു. ഇതിന് നല്ലെണ്ണ ചേർക്കണം കേട്ടോ. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് നല്ലെണ്ണ ഒഴിക്കാൻ പോവാ. ഇനി നമുക്ക് കടുക് വറുക്കാനുള്ളത് ഇടാം. കടുക് വറുക്കാനായിട്ട് ഞാൻ വറ്റൽമുളകും കടുക് ചേർക്കുന്നുണ്ട്. അടുത്ത് ചേർക്കാൻ പോകുന്നത് കപ്പലണ്ടിയും കുറച്ച് കാഷ്യൂനട്ടും എടുത്ത് വെച്ചിട്ടുണ്ട്.
നമുക്കൊന്ന് ഇറക്കി കൊടുക്കാം. വേണേൽ നിങ്ങൾക്ക് വീണ്ടും ഉഴുന്നും കടലപ്പരിപ്പും ചേർക്കാം കേട്ടോ. ഞാൻ ചേർത്തില്ല, ഓൾറെഡി നമ്മൾ വറുക്കാൻ നേരത്തിട്ടല്ലോ, അത് കാരണം ഞാൻ വേറെ ഉഴുന്നും കടലപ്പരിപ്പും ചേർത്തിട്ടില്ല. പിന്നെ ഇതുവരെയുള്ള സ്റ്റേജിൽ നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഉപ്പ് ഇനിയേ ചേർക്കത്തുള്ളൂ. മറ്റത് പൊടിച്ച് വെക്കുന്ന കാരണം ഉപ്പ് ചേർത്ത് വെച്ചിട്ടില്ല. കപ്പലണ്ടി ആയിട്ടുണ്ട്. നമുക്കിനി അടുത്ത് നമ്മുടെ പുളി പിഴിഞ്ഞൊഴിക്കാം. ഞാൻ ഒരു വലിയ സൈസ് പുളി ചൂടുവെള്ളത്തിലാണ് കുതിർക്കാൻ വെച്ച് അതിൻ്റെ നാര് നമുക്ക് പിഴിഞ്ഞ് അതിലേക്ക് ഒഴിക്കാം. നല്ലോണം പിഴിഞ്ഞ് ഒഴിക്കണം. ഈ പുളി ഒന്ന് കുറുകി നല്ലോണം ഒന്ന് കുറുകി വന്നിട്ട് നമ്മൾ ആ പൊടിച്ച് വെച്ചേക്കുന്ന പൊടി ഇതിലേക്ക് ചേർക്കും. ഇപ്പം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചോറിനും ഉപ്പ് ചേർത്തിട്ടുണ്ട്. ചോറിനും കൂടെ ചേർത്തിട്ടുള്ള കാരണം കുറച്ച് ഉപ്പ് കൂടുതൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ചോറ് മിക്സ് ചെയ്യുമ്പോൾ ഉപ്പ് കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ പിന്നെയും ചേർക്കേണ്ടത്. അത് കാരണം ഉപ്പ് ഞാൻ അല്പം ഇതിനകത്ത് കൂടുതലാണ് ചേർത്തേക്കണേ. ഇനി ഇതിവിടെ ഇരുന്നൊന്ന് കുറുകട്ടെ. കുറുകിയതിന് ശേഷം നമുക്ക് പൊടിയൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു കാര്യം ദേ മഞ്ഞപ്പൊടി, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് കുറച്ചുകൂടെ ഇതിന് ടേസ്റ്റ്. നമ്മുടെ പുളിയോദരയുടെ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് വന്നേക്കുവാണ്. ഇതിനകത്ത് ചോറിനകത്ത് കുറച്ച് പൊടി മിക്സ് ചെയ്യാം കേട്ടോ. ആദ്യം നമ്മൾ കുക്കറിലാണ് ചോറ് വെക്കണത്. ഞാൻ കുക്കറിലാണ് ചോറ് വെക്കണത്. ഇതാണ് കേട്ടോ കുക്കറിനകത്ത്. ഇനി വേറെ പാത്രത്തിനടുത്ത് മിക്സ് ചെയ്യാൻ വയ്യാത്ത കാരണം ഇതിനകത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് പുളിയിൽ മിക്സ് ചെയ്യാം. നമ്മുടെ പുളി എന്താണെന്ന് നോക്കണ്ടേ? കമോ, ഇത് നമ്മുടെ പുളി മിക്സ് ചെയ്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ പൊടിച്ച് വെച്ചേക്കുന്ന പൊടി ഇതിലേക്ക് മിക്സ് ചെയ്യാം. 2 സ്ഥലത്തും ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം വിട്ടുപോയി, കരിവേപ്പില വറുത്തിടാൻ. പിന്നെ ഞാൻ രണ്ടാമത് കരിവേപ്പില വറുത്ത് ഇതിനകത്തോട്ട് ഇട്ട് തരാം. ഇടാനായിട്ട് മറന്നുപോയത് കാരണം കരിവേപ്പില മിക്സ് ചെയ്ത് കടുക് വറുത്ത് ഇതിലേക്ക് സെപ്പറേറ്റ് ഇടേണ്ടി വന്നു. കണ്ടോ? ഓ, നല്ല മണമുണ്ട് കേട്ടോ. കൊതിയാവുന്നുണ്ട് എനിക്ക്. പിന്നെ വേറൊരു ടിപ്പും കൂടെ ഉണ്ട് കേട്ടോ. അതായത് ഈ പുളിയും എരിവൊക്കെ ഇല്ലേ, അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിച്ചിരി ശർക്കര
ഇത്ര ഇടത്തുള്ളൂ കേട്ടോ. എൻ്റെ കയ്യിൽ പൊടിയായത് കാരണമാണ് ഞാൻ ലാസ്റ്റ് ഇട്ടത്. നിങ്ങളുടെ കയ്യിൽ അല്ലാതെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ പുളിവെള്ളം ഒഴിക്കില്ലേ, ആ സമയത്ത് ഇത് ചേർത്ത് കൊടുക്കാം. സൂപ്പർ. ഇപ്പോൾ ഒരു ചെറിയ മധുരമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ചോറ് ഇച്ചിരിയായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. വേറെ 2 പേർക്കുള്ളതേ ഉള്ളൂ കേട്ടോ, 2 പേർക്കുള്ള ചോറ്. പതിയെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുത്തിട്ട് കാണിക്കാം കേട്ടോ അടുത്ത്. അപ്പോൾ നമ്മളെല്ലാം മിക്സ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേ കണ്ടോ നമ്മുടെ പുളിയോദര. വാവ്, ഇതിൻ്റെ മണം കൊണ്ടിട്ട് എനിക്കിവിടെ നിൽക്കാൻ പാടില്ല കേട്ടോ. ഇടയ്ക്ക് കഴിക്കാൻ തോന്നും. ഇത് നമുക്ക് ഇതൊന്ന് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇതേ നമ്മുടെ പുളിയോദര പെർഫെക്റ്റ്ലി ഓക്കെ ആയിട്ടുണ്ട്. ഇത് വേഗം പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വേണം എനിക്കൊന്ന് കഴിക്കാൻ. കണ്ടോ, നല്ലെണ്ണയുടെ ആ ഒരു മണവും. വാവ്, യമ്മി യമ്മി യമ്മി. ഓക്കെ, ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഇത് നമ്മുടെ പുളിയോദര പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, കാണാൻ എന്ത് ഭംഗിയാ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യണം, ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.